ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി ദം ബിരിയാണിയാണ്. നമ്മൾ എണ്ണമയമൊന്നും ഇല്ലാണ്ട് ചിക്കൻ പൊരിക്കാണ്ട് നമ്മൾ ദം ഇട്ടിട്ട് വെക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ച് ഒരു 1.5 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതിൻ്റെ അകത്ത് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന ഭാഗത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ടാകുമ്പോൾ 2 ടീസ്പൂണ് നെയ്യും 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ചേർക്കുക. എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായി ഇത് 3 ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 1.5 കിലോ അരി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി അതിനകത്ത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ അരി ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അത് സഹായിക്കും. അരി റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഇതിലെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചില അരിക്ക് വേവിന് കണക്കായിട്ടുള്ളതായിരിക്കും, ചില ആൾ 1-1 1.5 എന്നുള്ള കണക്കിലൊക്കെ ഇടാറുണ്ട്. ഞാൻ 1.25 വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് എല്ലാം മിക്സാക്കി കൊടുക്കുക. മിക്സായതിന് ശേഷം നമുക്കതിനകത്ത് അതിന് മുന്നേ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അതും മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിക്കാൻ വേണ്ടി അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നോക്കാം. എന്നിട്ട് ഇളക്കി നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അമർത്തി മൂടി വെക്കുക. റൈസ് അവിടെ നിന്നാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഞാൻ ഇതിൽ കുക്കറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 5-6 ഉള്ളി മിക്സിയിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് മിക്സിയിൽ ചോപ്പ് ചെയ്തതുകൊണ്ട് നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേഗം കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വാടാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഞാൻ ആദ്യമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് അരിഞ്ഞെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിൽ ഒറ്റ വിസിലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ തുറന്നു കഴിഞ്ഞാൽ അത് വാടിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യൽ. ഇതിപ്പം ഒരു ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കന്നെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ടാവും.
ഉള്ളി വാടിയതിന് ശേഷം ഞാൻ ഒരു 10-15 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് ചേർക്കുക. അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളി അതും കൂടി അതിനകത്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയതിനു ശേഷം കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലെടുക്കുക. അപ്പോഴേക്കും നമുക്ക് റൈസ് എന്തായെന്നൊന്ന് തുറന്നു നോക്കാം. അത് തുറന്നു കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ചോറ് നല്ലതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്, ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല സെറ്റായിട്ടുണ്ട്. റൈസിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ടും മുന്തിരിയും ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലത് വറുത്ത് കോരിയെടുക്കണം. അത് ഫസ്റ്റ് തന്നെ ചെയ്യുന്നവരുണ്ട്. അത് ആദ്യമൊക്കെ തന്നെ നമുക്ക് പാനടുപ്പത്ത് വെക്കുമ്പോൾ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാനത് ഫസ്റ്റ് ചെയ്യാണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് ഒന്നത് ചെയ്തിട്ട് റൈസിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും നമുക്ക് ചിക്കനിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ളിയൊക്കെ വെന്തിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഉള്ളി വെന്ത ഒരു എന്താ പറയുക വെള്ളം ഇറങ്ങിയതാണ്, ചിക്കൻ്റെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് ഒരു ഗ്രേവി ആയിട്ടാണ് ഉണ്ടാവുക. അതിനകത്ത് നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുക. 1 സ്പൂണ് ഗരം മസാല ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്കിതിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് ചോറ് ദമ്മിട്ടിട്ട് ആ ഒരു സ്മെല്ല് നമുക്ക് ചോറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദമ്മിടുന്നത്. അതിലേക്ക് കുറച്ച് ചോറ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചോറ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് 5 മിനിറ്റ് നേരം ഒരു ചെറിയ ഫ്ലെയിമിൽ മൂടി വെക്കുക. നമ്മൾ ആ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുക. ഒരു 5 മിനിറ്റ് നേരം ആവി കയറ്റിയതിന് ശേഷം തുറന്ന് നോക്കുക. എന്നിട്ടത് റൈസിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. മസാലയും നമ്മൾ ഇട്ട് കൊടുത്ത ചോറില്ലേ, ആ ചോറും കൂടി അതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ചോറിലേക്ക് ആ മസാലയുടെ ഫ്ലേവർ എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടി മൊത്തത്തിലൊന്ന് എല്ലാം കൂടി സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.